നമസ്കാരം. ട്രൂത്ത് വിഷൻ ന്യൂസിലേക്ക് സ്വാഗതം. നിലമേൽ പഞ്ചായത്തിൽ മുരിക്കുമൻ വാർഡിൽ കണിയാൻകോണം പ്രദേശത്ത് 9 കുടുംബങ്ങൾ വെള്ളമില്ലാതെ വലയുന്നു. പ്രദേശത്ത് ആകെ 2 കിണറുകളാണുള്ളത്. ഈ കിണറുകളിൽ നിന്നും കുടിക്കുവാനും കുളിക്കുവാനും പ്രാഥമിക ആവശ്യങ്ങൾക്കുമുള്ള വെള്ളം തികയാത്ത അവസ്ഥയാണ്. ഇപ്പോൾ തികയാത്ത വെള്ളം പൈപ്പ് ലൈനിൽ നിന്നുമാണ് എടുത്ത് ഉപയോഗിച്ചിരുന്നത്. എന്നാൽ കഴിഞ്ഞ 2 ആഴ്ച കാലമായി പൈപ്പ് ലൈനിൽ കൂടി വെള്ളം വരുന്നില്ല. കാരണം പ്രദേശത്ത് കൂടി പുതിയ ഒരു റോഡ് വരുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് റോഡ് പണിയുടെ പ്രവർത്തനങ്ങൾ നടത്തിയപ്പോൾ പൈപ്പ് ലൈൻ പൊട്ടുകയുണ്ടായി. തുടർന്ന് 9 കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ ദുരിതാവസ്ഥയിലാവുകയും ചെയ്തു. എന്നാൽ പുതിയ റോഡ് വരുന്നതിന്റെ ഭാഗമായി JCB ഉപയോഗിച്ച് കിളച്ചപ്പോൾ പൊട്ടിപ്പോയ പൈപ്പ് ലൈനുകൾ വാട്ടർ അതോറിറ്റി മെയിന്റനൻസ് പ്രവർത്തനങ്ങൾ നടത്തുകയില്ല എന്ന് ബന്ധപ്പെട്ട വാർഡ് മെമ്പറെ അറിയിച്ചു. പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുവാൻ വേണ്ട സാധനങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ടെന്നും പ്രദേശവാസികളുടെ സഹകരണത്തോടെയും സഹായത്തോടെയും മാത്രമേ പൊട്ടിപ്പോയ ഭാഗങ്ങൾ മെയിന്റനൻസ് പണികൾ നടത്തുവാൻ കഴിയുകയുള്ളൂ എന്നും വാർഡ് മെമ്പറും അറിയിച്ചു. നമസ്കാരം, ഞാൻ മുരിക്കുമൺ വാർഡ് മെമ്പർ വിനീത. ഈ പൈപ്പ് ലൈൻ പൊട്ടിയതുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ ഈ ഗുണഭോക്താക്കൾക്ക് വേണ്ടി തന്നെയാണ് ഈ റോഡ് പണി അവിടെ ആരംഭിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ പൈപ്പ് ലൈൻ പൊട്ടിയതും. നമുക്ക് പൈപ്പ് ലൈൻ റോഡ് പണിയുടെ ഭാഗമായിട്ട് പൊട്ടിയത് കൊണ്ട് നമുക്ക് വാട്ടർ അതോറിറ്റിക്കാർ വന്ന് അത് ശരിയാക്കി തരത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ തന്നെ പറഞ്ഞ് അവരുടെ അടുത്ത് എല്ലായിടത്തും പറഞ്ഞിരുന്നു, ഞാൻ സാധനങ്ങളെല്ലാം വാങ്ങിത്തരാം, സാധനം വാങ്ങിച്ച് വെച്ചിരിക്കുകയാണ്, നിങ്ങളെല്ലാവരും കൂടെ സഹകരിച്ചത് ഒട്ടിക്കാമെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ട് ഇവരാരും അതിന് സഹകരിച്ചില്ല. അവരെല്ലാവരെയും സഹകരിക്കുകയാണെങ്കിൽ അതൊന്ന് തന്നെ നമുക്ക് ശരിയാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അടിയന്തരമായി പൈപ്പ് ലൈൻ പുനഃസ്ഥാപിക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടത്തി ജനങ്ങളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുമെന്നും വാർഡ് മെമ്പർ പറഞ്ഞു. ഉള്ളത് വീട്ടു ചെലവിനെടുത്താൽ പിന്നെ കുളിക്കാനും തുണി കഴുകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങ് വല്ലാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത വീട്ടുകളിലൊന്നും പോയി കോരാൻ വെള്ളമില്ല. കിണറ്റിലാണെങ്കിൽ അതിനകത്തുള്ള വെള്ളവും ഇല്ല. ഇപ്പോൾ ഒരു പഞ്ചായത്തിൻ്റെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു. ഒരു പൈപ്പ് മീൻസ് അത് ആഴ്ചയിൽ 2-3 ദിവസം വെള്ളം വന്നുകൊണ്ടിരിക്കുന്ന പൈപ്പാണ്. അത് ഡെയിലി വരുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ ഇപ്പോൾ ഒരു റോഡ് പണി കാരണം ആ പൈപ്പെല്ലാം പൊട്ടി. ഇവിടുത്തെ ആൾക്കാർക്ക്, ഇവിടുത്തെ 9 വീട്ടുകാരും ഈ പൈപ്പിനെയാണ് ആശ്രയിച്ചിരിക്കുന്നത്. അപ്പോൾ ആൾക്കാർക്കൊന്നും ഇതിനനുസരിച്ചുള്ള വെള്ളവും കാര്യങ്ങളൊന്നും കിട്ടില്ല. പ്രായമായിട്ടുള്ളവരും കുഞ്ഞുങ്ങൾ എല്ലാവരും ഈ വീട്ടിൽ താമസിക്കുന്നവരാണ്. പ്രായമായിട്ടുള്ളവർക്കൊന്നും ഇവിടെ നിന്ന് കുളിക്കാനോ എടുക്കാനുള്ള യാതൊരു സൗകര്യവും ഇല്ല. അതിനനുസരിച്ചുള്ള വെള്ളവും ഇല്ല. ഇപ്പോൾ 2 ആഴ്ചത്തോളം നമ്മൾ ഈ ദുരിതങ്ങളും കാര്യങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇപ്പോൾ ഇവിടെ പുതിയതായിട്ടൊരു വഴി വന്നു. വഴി എല്ലാവർക്കും വേണം, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഉണക്കാണ്, കിണറ്റിലങ്ങ് ഒരു തുള്ളി വെള്ളമില്ല. ഇപ്പം ആ വീടും ഈ വീടും ഉണ്ട്. ഈ വീട്ടിൽ കിണറ്റിൽ വെള്ളത്തിന് ഇച്ചിരി പ്രശ്നങ്ങളുള്ളത് കൊണ്ട് ഈ കിണറ്റിൽ നിന്ന് കുളിക്കാനും ബാത്റൂമിൽ പോകാനും മാത്രമേ വെള്ളം കോരുന്നുള്ളൂ. 3-4 വീട്ടുകാർ ആ കിണറ്റിൽ നിന്നാണ് വെള്ളം കോരുന്നത്, താഴത്തെ കിണറ്റിൽ. അപ്പം പൈപ്പ് പൊട്ടിയിട്ട് ഒട്ടിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് ഇവരാരും ഒട്ടിച്ചു തരുന്നില്ല. വഴിയിൽ JCB കൊണ്ട് എല്ലാം റെഡിയാക്കി JCB കയറി പൈപ്പ് പൊട്ടി അതിപ്പം മൊത്തത്തിൽ പോയി കിടക്കും. ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ട് വരാനില്ല. നമ്മൾ ഈ വെള്ളത്തിന് എങ്ങോട്ട് പോകും? ഇപ്പം എല്ലാവരും കൂടെ സഹകരിച്ച് നമുക്ക് ആ പൈപ്പ് എങ്ങനെയെങ്കിലും റെഡിയാക്കി തന്ന് വെള്ളം എത്തിച്ചേരണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പറയുന്നത്.